നോക്കൂ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്ന്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം തന്നെയാണ്, കെ സുധാകരൻ തന്നെയാണ് KPCC അധ്യക്ഷനായി തുടരുന്നത്. അവസാനം നമുക്ക് ലഭിച്ചിട്ടുള്ള ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കും എന്ന് തന്നെയാണ്. അത് സാധാരണഗതിയിൽ ഏത് KPCC പ്രസിഡന്റും ഏത് പാർട്ടി പ്രവർത്തകനും പറയുന്ന ഒരു കമൻറ്റ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് വീണ്ടും ഈ വിഷയം വരുന്നത് 28-ാം തീയതി മറ്റന്നാൾ AICC ആസ്ഥാനത്ത് കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളെയും വിളിച്ചു വരുത്തിയ ഒരു യോഗം ഹൈക്കമാൻഡ് നടത്തുന്നു എന്നുള്ളതാണ്. ആ യോഗം നിശ്ചയമായും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ്. കേരളം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലേ? ഇന്നിപ്പോൾ രാജ്യത്ത് തന്നെ ആകെ 3 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിന് ഭരണമുള്ളത്: കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒരു വീഴ്ചയും വന്നുകൂടാ എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് ഹൈക്കമാൻഡിൻ്റെ ഒരു ദൗത്യമായി അവർ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കനകോലുവിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നേതാക്കൾക്കിടയിൽ യാതൊരു ഐക്യവുമില്ല. ആദ്യം ഉണ്ടാകേണ്ടത് നേതാക്കൾക്കിടയിലുള്ളൊരു ഐക്യമാണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അടുത്ത ദിവസം ഒരു ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു വളരെ പ്രമുഖനായ നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം: കോൺഗ്രസ് വലിയ അപകടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് യാതൊരു ഐക്യവും ഉണ്ടാവുന്നില്ല. അവരുടെ നേതൃനിര പല തട്ടിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖ്യമന്ത്രിയായാൽ മതി. സർക്കാർ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പാർട്ടി അധികാരത്തിൽ വരണമെന്നോ ഒന്നും തന്നെ അവർക്കില്ല. മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളതാണ്. അതൊരു ഘടകകക്ഷിക്ക് പോലും ആ അഭിപ്രായം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു വീഴ്ചയും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഒരു പുനരുജ്ജീവനം, ഒരു സംഘടന എന്ന നിലയ്ക്ക് കോൺഗ്രസിന് ഉണ്ടായേ മതിയാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 2026 എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, അല്ലേ? 2016 LDF ജയിച്ചു വരുന്നു, 2021 അവർ ജയിച്ചു വരുന്നു. അപ്പോൾ തുടർഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നു. ഇനിയിപ്പോൾ 3-ാം വട്ടവും അധികാരത്തിൽ വരും എന്ന നിലയ്ക്കാണ് CPM-ഉം LDF-ഉം നിലയെടുത്തിരിക്കുന്നത്. അത്രയും ആത്മവിശ്വാസത്തിലാണ് അവർ 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിനൊട്ടേറെ ഘടകങ്ങൾക്ക് അവർക്ക് അനുഗുണമായിട്ടുമുണ്ട്. കാരണം അതൊരു വലിയ കെട്ടുറപ്പുള്ള മുന്നണിയാണ്. ഏറ്റവും ഒടുവിൽ UDF നിന്ന് കേരള കോൺഗ്രസ് M കൂടി അപ്പുറത്തോട്ട് പോയതോടുകൂടി UDF എന്ന് പറയുന്നത് ദുർബലമായൊരു മുന്നണിയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്ത് സ്വാധീനമുള്ള പാർട്ടികൾ ആരും തന്നെയില്ല. RMP വടകരയിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ്. പാലായിലും മാണി സി കാപ്പൻ UDF സ്വതന്ത്രമായിട്ട് ജയിച്ചു വരുന്നുണ്ട്. ജോസഫിൻ്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് 2 സീറ്റാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ പിറവത്ത് ജേക്കബിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റുണ്ട്. ഇങ്ങനെയാണ് ഘടകകക്ഷികളുടെ 5 സീറ്റ്. പിന്നെ മുസ്ലിം ലീഗ് കൊണ്ടുവന്നിട്ടുള്ള 15 സീറ്റാണ്. ആകെ 20 സീറ്റാണ് ഘടകകക്ഷിയിൽ ഈ മുന്നണിയിൽ ഇപ്പോൾ നിലവിൽ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി 21 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. അതായത് 41 സീറ്റുകൾ. നിങ്ങൾ ആലോചിക്കണം, 2001 AK-നെ അധികാരത്തിൽ വരുമ്പോഴല്ലോ കോൺഗ്രസ് 99 സീറ്റ് നേടിയാണ് അധികാരത്തിൽ വരുന്നത്, UDF അധികാരത്തിൽ വരുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയാണെന്നറിയാവോ? 63 സീറ്റാണ്. 63 സീറ്റുകളിൽ നിന്ന് 2006 വരുമ്പോൾ കോൺഗ്രസ് എത്ര സീറ്റിലേക്കാണ് വീഴുന്നതെന്നറിയാവോ? 24 സീറ്റുകളിലേക്കാണ് വീഴുന്നത്. നേരെ 3-1 സീറ്റുകളിലേക്ക് ചുരുങ്ങി. കഷ്ടിച്ചാണ് 2011 നമുക്കൊക്കെ അറിയുന്നത് പോലെ കോൺഗ്രസും UDF അധികാരത്തിൽ വരുന്നത് കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ. അന്ന് കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയാണെന്നറിയാവോ? 38. അതായത് നേരത്തെ 63 കിട്ടിയ സീറ്റുകളിൽ നിന്ന് 2011 അധികാരത്തിലേക്ക് വീണ്ടും വരുമ്പോൾ കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് 38 ആണ്. ഈ VD സൈസ് നേരത്തെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 63 സീറ്റെന്ന്. അത് ഈ 2001 കണക്കാണ്. 63 സീറ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് VD സൈസിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ പിന്നീട് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് ശോഷിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 2021 സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 21 സീറ്റ്, 2014 എത്രയാണ് സീറ്റ്? 22 സീറ്റ്. അപ്പം ഈ രീതിയിൽ കോൺഗ്രസ് വളരെയധികം ശുഷ്കിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ UDF തന്നെ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം പിന്നെ ലീഗ് UDF-ൽ തുടരുമോ? ഈ ഘടകകക്ഷികളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണ്? അധികാരമില്ലാതെ എങ്ങനെ നിലനിൽക്കാൻ കഴിയും? ഒരു MLA എന്നോട് പറഞ്ഞ കാര്യമാണ്, പ്രതിപക്ഷ MLA എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് രാവിലെ വാതിൽ തുറക്കുമ്പോൾ ഒരു 100 പേര് വീടിൻ്റെ വാതിൽക്കുണ്ടാവും. 100 പേരുണ്ടാവും. ഈ 100 പേരിൽ നമുക്കൊരു 10-20 പേരുടെ കാര്യമെങ്കിലും പരിഹരിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ 20 പേരുടെ കാര്യം പരിഹരിച്ചാൽ ബാക്കി 80 പേർക്ക് ഒരു പ്രതീക്ഷയാണ്, മറ്റേയാളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പോകാം. ഇങ്ങനെ ഓരോരോ ദിവസവും കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഈ ആളുകളെ ഇവർ കൂട്ടത്തിൽ നിർത്തുന്നത്. ഇങ്ങനെ പരിഹരിക്കണമെങ്കിലുണ്ടല്ലോ അധികാരം വേണം. അധികാരമില്ലാതിരുന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് പറ്റും? ആളുകൾ വരാതാകും. ആളുകൾ വരാതായാൽ എന്ത് പറ്റും? അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. ഇതാണ് പ്രശ്നം. അപ്പോൾ അധികാരമില്ലാതെ തുടരാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയുക, അത് ഏതാണ്ട് അവസാനത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അധികാരത്തിൽ UDF-നെ എത്തിക്കേണ്ടതിൻ്റെയും പ്രാഥമികവും ആദ്യത്തേതുമായ ഉത്തരവാദിത്വം ആർക്കാവുള്ളത്? കോൺഗ്രസിനാണുള്ളത്. ആ കോൺഗ്രസിൻ്റെ സംഘടനയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ KPCC പ്രസിഡന്റായിട്ട് സുധാകരൻ വരുമ്പോൾ അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡ് ലീഡർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ ഫയർ
ബ്രാൻഡ് ലീഡറെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിൽ പാർട്ടി പുനരുജ്ജീവിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം 10 DCC പ്രസിഡന്റുമാരെ മാറ്റാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു DCCയും പ്രവർത്തിക്കുന്നില്ലെന്നേ. ആകപ്പാടെ എറണാകുളം, മലപ്പുറം, കണ്ണൂർ, തൃശ്ശൂർ 4 DCCകളാണ് ഭേദപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കനകോലു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തലും. അതുകൊണ്ടാണ് ഈ ബാക്കി 10 എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ? ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആലപ്പുഴയിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ? കൊല്ലത്ത് എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഈ പറയുന്ന 4 ജില്ലകൾ അങ്ങോട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കി 10 ജില്ലകളിലും പാർട്ടി നിർജ്ജീവമാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം പ്രവർത്തിക്കേണ്ട ഘടകം ഏതാണ്? ബൂത്താണ്, അല്ലേ? ബൂത്ത് മുതൽ അങ്ങോട്ട് തുടങ്ങി KPCC വരെ പ്രവർത്തിക്കണം. ഈ KPCC മുതൽ ബൂത്ത് വരെ പ്രവർത്തന സജ്ജമാകണമെങ്കിൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾ വലിയ ഒരു നല്ല പ്രവർത്തകനായിരിക്കണം, ഊർജ്ജസ്വലനായിരിക്കണം, അല്ലേ? അത് KPCC പ്രസിഡന്റാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിലെ അവരുടെ ഏറ്റവും മാസ്റ്റർ ക്യാമ്പയിനറും മാസ്റ്റർ ഓർഗനൈസറും എപ്പോഴും KPCC അധ്യക്ഷനായിരിക്കും. ഞാൻ പറയുന്നത് ഒരു പോസ്റ്റർ എത്തിക്കുന്നത് മുതൽ ചുവരെഴുതുന്നത് മുതൽ പാർട്ടി പ്രവർത്തകരെ എല്ലാ വീടുകളിലേക്കും പറഞ്ഞു വിടുന്നത് മുതലുള്ള ഒട്ടേറെ സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്. ആ സംഘടനാ പ്രവർത്തനങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് KPCC അധ്യക്ഷന് ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ റോളാണുള്ളത്. പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ടാവും, മറ്റൊരുപാട് നേതാക്കളുണ്ടാവും. പക്ഷേ പാർട്ടി ആക്ടിവിറ്റി എന്ന് പറയുന്നതിനെ, പാർട്ടി മെഷീനറിയെ ചലിപ്പിക്കുന്നത് KPCC അധ്യക്ഷനാണ്. അത് കെ സുധാകരന് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പറ്റുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഒട്ടൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ടാണ് ഇപ്പോൾ KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനല്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മണിക്കൂർ വെച്ച് മാധ്യമങ്ങളെ കാണേണ്ടി വരും. ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സുധാകരൻ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ ചെറുതല്ലല്ലോ. ഏറ്റവും അവസാനം ആലപ്പുഴയിലുണ്ടായ മൈക്ക് വിവാദം അടക്കം ഈ ഘടകകക്ഷികൾക്ക് പ്രശ്നമായില്ലേ, മുസ്ലിം ലീഗിനടക്കം പ്രശ്നമായില്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാവിട്ട വാക്കുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരാൾ, ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നന്നായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരാൾ, അങ്ങനെയൊക്കെ ഒരാൾ തുടരണോ വേണ്ടയോ എന്നുള്ളത് വളരെ സജീവമായ ചർച്ചയാണ് ദേശീയ നേതൃത്വത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാറ്റത്തിൻ്റെ സാധ്യത ഇപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം നമ്മൾ ഈ പറയുന്ന അടുത്ത ഈ തെരഞ്ഞെടുപ്പിലേക്ക് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അതിനു മുമ്പ് ഒക്ടോബറിൽ നടക്കാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നവംബറിൽ നടക്കാണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ സജീവമാക്കണമെങ്കിൽ ഊർജ്ജസ്വലമായൊരു നേതൃത്വം ഉണ്ടായേ പറ്റൂ. അത് കോൺഗ്രസിന് ഇപ്പോൾ അനിവാര്യമായൊരു ഘട്ടത്തിലാണ്. അവരാരെ കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ പേര് പറയുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈഴവ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ എത്ര നാളായിട്ട് ഈഴവ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് KPCC അധ്യക്ഷന്മാർ വന്നുകൊണ്ടിരുന്നത്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഈഴവ സമുദായത്തിൽ നിന്നല്ലേ വന്നത്. അതിനുശേഷം VM സുധീരൻ ഈഴവ സമുദായത്തിൽ നിന്നല്ലേ വന്നത്. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ ഈഴവ സമുദായത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ടോ? അത് അത്ര നിർണായകമായിട്ട് കോൺഗ്രസിലേക്ക് പൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതേസമയം മറ്റൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന കേരള കോൺഗ്രസ് എം UDF നിന്ന് LDF പോയതിനു ശേഷം ക്രിസ്ത്യൻ സമുദായത്തിനകത്തൊരു പ്രശ്നമുണ്ട്. ഒരു ക്രിസ്ത്യൻ ലീഡറില്ല. നേരത്തെ AK ആൻ്റെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള നേതാക്കളുണ്ട്, ബെന്നി ബെഹനാനെ പോലുള്ള നേതാക്കളുണ്ട്, KC ജോസഫിനെ പോലുള്ള നേതാക്കളുണ്ട്. ഇപ്പോൾ അങ്ങനൊരു മുഖമില്ല. ആ വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്തണമെങ്കിൽ അവിടുന്നൊരു ആൾ KPCC അധ്യക്ഷനായിട്ട് വരണ്ടേ? ഇതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 2 ഘടകങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ്. ഒന്ന്, 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അതിന് മുമ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ഈ പാർട്ടി ഓർഗനൈസേഷനെ ശക്തമായിട്ട് ചലിപ്പിക്കണമെങ്കിൽ ഊർജ്ജസ്വലനായ ഒരു അധ്യക്ഷൻ ഉണ്ടായേ പറ്റൂ. അത് അനിവാര്യമാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. 2, അതിനകത്ത് ഈ പറയുന്ന കാസ്റ്റ് കോമ്പിനേഷനും വളരെ പ്രധാനമാണ്. ചില വിഭാഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ആ വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ LDFന് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഹൈക്കമാൻഡ് ശക്തമായൊരു നിലപാടെടുക്കും തന്നെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസാമിലും അവർ നേതൃമാറ്റം ആലോചിക്കുന്നുണ്ട്. അസാമിലും നേതൃമാറ്റം കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നാളെ അസമിൻ്റെ യോഗമാണ് നടക്കുന്നത്, മറ്റന്നാളാണ് കേരളത്തിൻ്റെ യോഗം. അപ്പോൾ ഈ 2 യോഗങ്ങളും കഴിഞ്ഞ ശേഷം നിശ്ചയമായും ഒരു നിർണായകമായ തീരുമാനം KPCC നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് 28-ാം തീയതി ഉണ്ടാകണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഈ പറയുന്ന നേതൃത്വത്തിലുള്ള ആളുകളായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ മറ്റന്നാൾ നടക്കാണ്ടിരിക്കുന്ന യോഗത്തിൽ എല്ലാവരും കേൾക്കുക ചെയ്യുക. മുഴുവൻ ആളുകളെയും, എല്ലാ നേതാക്കളെയും അതുപോലെ തന്നെ MP-മാരെയും ഒക്കെ കേട്ടിട്ട് അതിനുശേഷമാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന നിലയ്ക്ക് പോലും വരാം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നൊരു തീരുമാനം. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ സുധാകരനെ ബോധ്യപ്പെടുത്തി ഒരു അലോസരമില്ലാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ കൊണ്ടുവരണമെന്നാണ് കനകോലുവിൻ്റെ റിപ്പോർട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കനകോലു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറെക്കുറെ ആ അഭിപ്രായമാണ് കേരളത്തിലെ എല്ലാ നേതാക്കൾക്കുമുള്ളത്. കെ സുധാകരനോടൊരു സെൻറ്റിമെൻറ്റ്സ് മിക്കവാറുമുള്ള എല്ലാ മുതിർന്ന നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്മൂത്തായ ഒരു ട്രാൻസിഷൻ ആയിരിക്കും. ആ ട്രാൻസിഷൻ എപ്പോൾ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന സൂചനകളനുസരിച്ച് കേന്ദ്ര നേതൃത്വം വളരെ അഡ്വൻ്റാണ്. കാരണം ഈ പാർട്ടി മെഷീനറിയെ തെരഞ്ഞെടുപ്പിലേക്ക് നന്നായി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല നേതൃത്വത്തെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ 26 തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതുള്ളൂ എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് മാറ്റം നല്ലതിന് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. Meet the editors.